നീ എൻ സ്വന്തം ഭാഗം 124. ശ്രീദേവ്. ദക്ഷയുടെ ഹൃദയമിടിപ്പ് കൂടി പുറത്തേക്ക് കേൾക്കുന്നത് പോലെ തോന്നി. അതെ, എൻ്റെ ശ്രീദേവ്. അവളുടെ മനസ്സിൽ ഒരേ സമയം നിറഞ്ഞു വന്നു. സന്തോഷവും സങ്കടവും ദേഷ്യവും. സന്തോഷത്തിന് കാരണം അവൻ തന്നെയാണ്. അവളുടെ പ്രിയപ്പെട്ടവൻ, അവളുടെ സുരക്ഷയുടെ ഉറവിടം, അവളുടെ ഹൃദയത്തിലേക്ക് അവൾ അറിയാതെ വന്ന ഒരാൾ. സങ്കടത്തിന് കാരണം അവൻ മുഖം മറച്ചാണ് മുന്നിൽ ഇരിക്കുന്നത്. എന്തിനാണ് അവൻ തൻ്റെ മുന്നിൽ മുഖം മറയ്ക്കുന്നത്? എനിക്ക് നേരെ തുറന്നു വരാൻ കഴിയില്ലേ? ദേഷ്യത്തിന് കാരണം അവളുടെ ഹൃദയം ഇത്രയധികം വേദനിപ്പിച്ചിട്ടും ഞാനാണ് ദക്ഷ, എൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് ഒരു വാക്ക് പറയുന്നില്ല. പുസ്തകത്തിൻ്റെ പേജുകൾക്കിടയിൽ അവളുടെ വിരലുകൾ വിറച്ചു. അവളുടെ കണ്ണുകൾ വീണ്ടും അവൻ്റെ കയ്യിലെ ആ മോതിരത്തിലേക്ക് പതിച്ചു. ആ മിനുക്കമുള്ള ചെറിയ വളയം തന്നെ എല്ലാം ഉറപ്പിച്ചു. താൻ അകന്നു പോയിട്ടും തൻ്റെ പുറകെ തന്നെ അവനുണ്ട് എന്നുള്ളത്. അവൾക്കൊരു ആശ്വാസവും മനസ്സിന് ചെറിയ സന്തോഷവും തോന്നി. അപ്പോഴേക്കും അങ്ങോട്ട് പുറത്തു പോയ അഥർവും സഞ്ജീവും ശരണ്യയും വന്നു. പിന്നീട് സംസാരങ്ങൾ, ചിരികൾ. പക്ഷെ ദക്ഷയുടെ കണ്ണുകൾ ദേവ് ഇരിക്കുന്ന കോണിലേക്ക് തന്നെ. അവൾ കാണുന്നില്ലെന്ന് തോന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവളുടെ ഓരോ നോട്ടവും അവനെ പിന്തുടരുന്നു. ഭക്ഷണം കഴിച്ച് അവർ ഫ്ലാറ്റിലേക്ക് മടങ്ങി. കാറിൻ്റെ വിൻഡോയിലൂടെ അവൾ പുറത്തേക്ക് നോക്കി. റെസ്റ്റോറൻറ്റിൻ്റെ വാതിക്കൽ ഒരു നിമിഷം അവൻ പുറത്തേക്ക് ഇറങ്ങുന്നത് അവൾ കണ്ടു. അവൻ കാറിലേക്ക് നോക്കി. ദക്ഷയുടെ കാഴ്ചയോട് അവൻ്റെ നോട്ടം കൂട്ടിയപ്പോൾ അവൾ പെട്ടെന്ന് മുഖം തിരിച്ചു. കാറിൻ്റെ സീറ്റിൽ തല ചായ്ച്ചിരുന്നു. ദക്ഷയുടെ മനസ്സിൽ അവൻ്റെ കയ്യിലേക്ക് മോതിരം ഇട്ടുകൊടുക്കുന്നത് തെളിഞ്ഞു. അവൻ ഇവിടെ തന്നെയുണ്ട്, എനിക്ക് വേണ്ടി. രാത്രി നിശബ്ദമായപ്പോൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ അവളുടെ ഓർമ്മയിൽ ശ്രീദേവിൻ്റെ കണ്ണുകൾ മിന്നി നിന്നു. ഫ്ലാറ്റിൻ്റെ വാതിൽ തുറന്നപ്പോൾ രാത്രിയുടെ കാറ്റ് അകത്തേക്ക് പാഞ്ഞു. ശരണ്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ബാൽക്കണി ഡോറ് അടയ്ക്കാത്തത് കൊണ്ടാണ് ഇത്രയും തണുപ്പ് വരുന്നത്. ഇനി മൂടി പുതച്ച് കിടന്ന് ഉറങ്ങണം. അവൾ പറയുന്നത് കേട്ട് അഥർവ്, നിനക്കത് തന്നെയാണല്ലോ പണി എന്ന് പറഞ്ഞു. ചേച്ചി വിചാരിച്ചു പോയ മെറ്റീരിയൽസ് എല്ലാം കിട്ടിയിട്ടും എന്താ പറ്റിയത് ചേച്ചിക്ക്? മുഖം സീരിയസ് ആണല്ലോ, എന്താ വിഷയം? ദക്ഷ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഒന്നുമില്ല, നല്ല ക്ഷീണമുണ്ട്. അവൾ നേരെ മുറിയിലേക്ക് നടന്നു. മുറിയുടെ വാതിലടച്ചു. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. എന്തോ ആലോചനയിൽ നിന്നു. താഴെ പാർക്കിംഗ് ഏരിയയിൽ ഒരു കാർ വന്ന് നിൽക്കുന്നത് അവൾ കണ്ടു. ഫ്ലാറ്റിൻ്റെ താഴെ നിറയെ ലൈറ്റുകളുടെ പ്രകാശം കൊണ്ട് പകൽ പോലെ തന്നെ വ്യക്തമായി കാണാം. തൻ്റെ പുറകെ തന്നെ ശ്രീദേവ് ഉണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമല്ലോ എന്നവൾ അപ്പോഴാണ് ചിന്തിച്ചത്. അവൾ ഓരോ വണ്ടികളും സസൂക്ഷ്മം ശ്രദ്ധിക്കാൻ തുടങ്ങി. അത്രയും മുകളിൽ നിന്നിട്ടാണെങ്കിലും വണ്ടികൾ കാണാൻ പറ്റും, എങ്കിലും ആളുകളെ വ്യക്തമായി കാണാൻ പറ്റില്ല. അതവൾക്ക് നിരാശ തോന്നിച്ചു. ഓരോ വണ്ടികൾ വരുമ്പോഴും അത് അവനാണോ? ആലോചിക്കും മുമ്പ് തന്നെ അവളുടെ ഹൃദയം മറുപടി പറഞ്ഞു, അതെ, ശ്രീദേവ് തനിക്ക് ചുറ്റും ഉണ്ട്. അവൾ മനസ്സിലോർത്തു. അവൻ്റെ മുഖം മറയ്ക്കുന്നത് എന്തിനാണവൻ? എന്താണ് അവൻ മറച്ചു വയ്ക്കുന്ന രഹസ്യം? അല്പസമയം കൂടി നിന്ന് ആലോചിച്ചു. പിന്നെ റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്ത് കട്ടിൽ കിടന്നെങ്കിലും ഉറക്കം വന്നില്ല. കാറ്റ് മറുവശത്തേക്ക് കതകിൽ തട്ടുന്നത് പോലെ തോന്നി. മനസ്സ് ഉണർന്ന നിലയിൽ അവളുടെ കണ്ണുകൾ വീണ്ടും ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. എത്രയൊക്കെ ഉറങ്ങാൻ നോക്കിയിട്ടും അവൾക്ക് ഉറങ്ങാൻ പറ്റാതെ അവൾ അങ്ങനെ തന്നെ നിന്നു. പിന്നീട് എപ്പോഴോ അവൾ വന്ന് കിടന്നു. എന്നാൽ അവളെ നോക്കിക്കണ്ട് മറ്റൊരു ഫ്ലാറ്റിൽ ശ്രീദേവ് ഉണ്ടായിരുന്നു. അവൾ ആ ജനാലയിൽ വന്ന് നിന്ന് നോക്കി നിൽക്കുന്നത് അവനും കാണുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവനും അങ്ങനെ നിന്നു. അവളുടെ മനസ്സിൽ ഇപ്പോൾ എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന് അവന് തോന്നി. താൻ അവളുടെ കൂടെയുണ്ടെന്ന് അവൾ അറിഞ്ഞിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. അല്ലെങ്കിൽ ഇന്ന് ആ അപകടത്തിൽ നിന്നും അവളെ രക്ഷപ്പെടുത്തിയപ്പോൾ അവൾക്ക് മനസ്സിലായി കാണും. തൻ്റെ നെഞ്ചിലേക്ക് അവൾ ചേർന്ന് നിന്നപ്പോൾ അവൾക്ക് ഉറപ്പായിട്ടും തന്നെ മനസ്സിലായിട്ടുണ്ടാകും. ഇന്ന് ആ കോഫി ഷോപ്പിൽ വെച്ചും അവൾ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. രാവിലെ പോയ വേഷത്തിലല്ല, മറ്റൊരു വേഷത്തിലാണ് താൻ പോയത്. എന്നിട്ട് കൂടി അവൾ ശ്രദ്ധിച്ചു. ഇന്ന് ഇപ്പോൾ ആ നിൽപ്പും ആ ഭാവവും കൂടി കണ്ടപ്പോൾ ഉറപ്പായി അവൾക്ക് തന്നെ മനസ്സിലായി കഴിഞ്ഞു. താൻ അവളുടെ കൂടെയുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അതോർത്തപ്പോൾ അവനിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. ദക്ഷ, നീ എന്നോട് പിണങ്ങാതെ ഇരുന്നാൽ മതി, ദേഷ്യമില്ലാതെ ഇരുന്നാൽ മതി, അവിടെ നിന്നും ഇനിയും ഒളിച്ചോടാതെ ഇരുന്നാൽ മതി. അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആ ജനാലയിൽ ഒന്ന് പിടിച്ചു.
അവൾ ജനാലയുടെ അടുത്ത് നിന്ന് പോയതിനു ശേഷമാണ് ശ്രീദേവും അവിടെ നിന്നും മാറിയത്. അടുത്ത പുലർച്ചെ അവൾ ഉണർന്നപ്പോൾ ഇത്രയും ദിവസമില്ലാത്ത ഒരു പുതു ഉണർവ് അവൾക്ക് തോന്നി. ആദ്യമായി ശ്രീദേവിന് പ്രണയം പറഞ്ഞതിന് ശേഷം ശ്രീദേവിനെ കാണാൻ പോകുമ്പോഴുള്ള ഒരു ഭാവം, തന്നെ പ്രണയത്തോട് നോക്കുന്ന ഒരാളുണ്ട് എന്നറിയുമ്പോൾ ഏത് സ്ത്രീകളിലും ഉണ്ടാകുന്ന ഒരു ഭാവമാറ്റം ഇപ്പോൾ അവൾക്ക് തോന്നി. അവൾ എഴുന്നേറ്റ് ഫ്രഷായി ജിമ്മിലേക്ക് പോകാനുള്ള വസ്ത്രങ്ങളും ധരിച്ച് ഹാളിലേക്ക് വന്നു. അഥർവ് എഴുന്നേറ്റിട്ടില്ല എന്ന് തോന്നി. അവൾ ചൂടുവെള്ളം എടുക്കാനായി കിച്ചണിലേക്ക് പോയി. ചൂടുവെള്ളവുമായി അവൾ പുറത്തേക്ക് വന്നു. പെട്ടെന്നാണ് അഥർവ്, ചേച്ചി ഞാനിപ്പോൾ വരാം, അല്പം ലേറ്റായിപ്പോയി. അവൻ ഡോറ് തുറന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും റൂമിലേക്ക് പോയി. അവൾ പുഞ്ചിരിയോടെ സോഫയിലിരുന്നു. ഹോട്ട് വാട്ടർ കുടിക്കുമ്പോഴാണ് അവളുടെ കണ്ണിൽ ഫ്ലാറ്റിൻ്റെ വാതിലിൻ്റെ അടിയിൽ കൂടി വന്നിരിക്കുന്ന ഒരു പേപ്പർ കണ്ണിൽപ്പെട്ടത്. അവൾ എഴുന്നേറ്റ് ചെന്ന് ആ പേപ്പർ എടുത്തു നോക്കി. നിനക്കൊപ്പമല്ല ഞാൻ, പക്ഷേ നിന്റെ പിന്നിൽ ഞാൻ എന്നുമുണ്ട്. എവിടെയായാലും ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അത് വായിച്ചതും അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും അതോടൊപ്പം തന്നെ സങ്കടവും തോന്നി. കയ്യിലെ ആ കത്ത് വായിക്കുമ്പോൾ കണ്ണുനീർ വീണ് വാക്കുകൾ മങ്ങിയെങ്കിലും ഹൃദയത്തിൽ തെളിഞ്ഞു, ശ്രീദേവ്. അവൾ വേഗം അതുമായി റൂമിലേക്ക് പോയി. ഡോറടച്ച് ഡോറിൽ ചാരി അതും നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നിന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ വീണ്ടും ആ ലെറ്ററിലേക്ക് നോക്കി. അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആ വാക്കുകൾ വായിക്കുമ്പോൾ ആ പുഞ്ചിരി തെളിഞ്ഞു വന്നു. അപ്പോഴാണ് അഥർവിൻ്റെ ശബ്ദം കേട്ടത്. അവൾ വേഗം അത് പുസ്തകത്തിൻ്റെ പേജുകൾക്കിടയിൽ ഒളിപ്പിച്ചു. മനസ്സിൽ ഒരു ചോദ്യം മാത്രം ബാക്കിയായി. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇത്ര അടുത്തുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് വരാത്തത്? എന്തുകൊണ്ടാണ് യഥാർത്ഥ കാരണം പറയാത്തത്? എന്താണ് നേരിട്ട് വീണ്ടും വരാത്തത്? ഒരു ന്യായീകരണത്തിനെങ്കിലും തൻ്റെ അടുത്തേക്ക് വരാമായിരുന്നു എന്ന് അവൾ ഓർത്തു. ദക്ഷയും അഥർവും പതിവ് പോലെ പുറത്തേക്ക് ചെല്ലുമ്പോൾ കണ്ടു സഞ്ജീവ് സ്റ്റെപ്പിനടുത്ത് നിൽക്കുന്നത്. 3 പേരും പരസ്പരം ഗുഡ് മോർണിംഗ് പറഞ്ഞു. അല്ല സഞ്ജീവേട്ടാ, സഞ്ജീവേട്ടൻ്റെ സഹോദരൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. അവൻ തിരിഞ്ഞ് അവരുടെ റൂമിൻ്റെ ഡോറിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അറിയില്ല, ഞാൻ കണ്ടില്ല, സഞ്ജീവ് പറഞ്ഞു. അവർ 3 പേരും പടികൾ ഇറങ്ങി പോകുന്നത് ശ്രീദേവ് എന്നും നോക്കുന്നത് പോലെ തന്നെ നോക്കി നിന്ന് കണ്ടു. എന്നാൽ പടികൾ ഇറങ്ങുമ്പോഴും ദക്ഷയുടെ കണ്ണുകൾ ചുറ്റുപാടും നോക്കുന്നുണ്ടായിരുന്നു. അത് ശ്രീദേവിലേക്കുള്ള ദൂരം അവളുടെ കുറയ്ക്കുകയാണ് എന്ന് അവൾക്ക് തോന്നി. വർക്കൗട്ടെല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചു വന്നപ്പോൾ പതിവ് പോലെ തന്നെ ശരണ്യയെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നതായിരുന്നു ഏറ്റവും വലിയ ഒരു ടാസ്ക്. അവളെയും വിളിച്ച് എഴുന്നേൽപ്പിച്ച് എല്ലാവരും ഒരുമിച്ച് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. സായുജിനുള്ള ഫുഡ് നേരത്തെ തന്നെ അവിടേക്ക് ആ ചേച്ചി കൊണ്ടുപോയി വയ്ക്കും. അല്ലെങ്കിൽ ആ പേരും പറഞ്ഞ് അവൻ ഇങ്ങോട്ട് വന്നാലോ എന്ന് കരുതിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇന്ന് അവർക്ക് മെറ്റീരിയൽസ് മാത്രമല്ല, അവരുടെ ഡിസൈൻസിനെ മാറ്റിക്കൂട്ടാനുള്ള മറ്റു സാധനങ്ങളും എടുക്കണമായിരുന്നു. അതുകൊണ്ട് അതിനായിട്ടുള്ള കട സെലക്ട് ചെയ്യുകയായിരുന്നു. അത് മാർക്കറ്റിനുള്ളിലായിരിക്കും എന്ന് പറഞ്ഞു. എറണാകുളത്തെ ഈ തിരക്കിനിടയിൽ ഒരിക്കലും മാർക്കറ്റിനുള്ളിലേക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് എല്ലാവർക്കും കൂടി നടന്നു പോകാമെന്ന് തീരുമാനിച്ചു. ദക്ഷ ഒരു ലെമൺ യെല്ലോ ചുരിദാറാണ് ഇട്ടത്. ആ ചുരിദാറിലും ആ കളറിലും അവൾക്ക് കുറച്ചുകൂടി ഭംഗി തോന്നിച്ചു. ഇന്ന് അവളെ കണ്ടതും ശരണ്യ നോക്കി നിന്നു. എന്തെങ്കിലും നോക്കുന്നത്? ദക്ഷ ചോദിച്ചു. ഇന്ന് ചേച്ചിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗി. ഒരുങ്ങിയോ? അവൾ ചോദിച്ചു. അപ്പോഴാണ് ദക്ഷയും അതോർത്തത്. കുറേ നാളുകളായിട്ട് തനിക്കില്ലാത്ത ശീലം താനിന്ന് പൊടി തട്ടിയെടുത്തിരിക്കുന്നു. അതിനർത്ഥം തന്നെ ശ്രദ്ധിക്കാൻ, തന്നെ കാണാൻ ആരോ ഉണ്ടെന്ന് ഉറച്ചതുകൊണ്ടല്ലേ, മനസ്സിൽ ചിന്തിച്ചത് കൊണ്ടല്ലേ? അവൾ ആലോചിച്ചു. നിനക്ക് എന്താടി പെണ്ണെ കുശുമ്പ്? ദക്ഷ ചേച്ചിയെ കാണാൻ സുന്ദരിയാണ്. അതിപ്പോൾ ഒരുങ്ങിയാലും ഇല്ലെങ്കിലും. അവളുടെ മുഖത്തെ ഭാവമാറ്റം ശ്രദ്ധിച്ചുകൊണ്ട് അഥർവ് പറഞ്ഞു. അവൻ സഞ്ജീവിനെ ഒന്ന് നോക്കി. സഞ്ജീവ് ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. എന്നാ വാ ഇറങ്ങാം, അവരൊക്കെ കാത്തു നിൽക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ജീവ് മുന്നിൽ നടന്നു. അവൻ്റെ ഒപ്പം തന്നെ വേഗം അഥർവ് ചെന്നു. അപ്പോൾ ദക്ഷ ചേച്ചി ആളെ മനസ്സിലാക്കിയിരിക്കുന്നു അല്ലേ? സഞ്ജീവിനോട് അഥർവ് ചോദിച്ചതും സഞ്ജീവ് ആയിരിക്കും എന്ന് പറഞ്ഞു. എന്നാ ആയിരിക്കുമെന്നല്ല, ആണ്. പക്ഷേ ചേച്ചിക്ക് ശ്രീദേവിനോട് ദേഷ്യമല്ലേ? നിനക്കൊരു കാര്യം അറിയോ? നമ്മൾ ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ
നമ്മുടെ ഹൃദയത്തിൽ അവർ അലിഞ്ഞു ചേർന്നിട്ടുണ്ടെങ്കിൽ അവരെന്ത് തെറ്റ് ചെയ്താലും, അവരിനി നമ്മളെ തല്ലി കൊല്ലാനാക്കിയെന്ന് പറഞ്ഞാലും അവരെ മറന്ന് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എപ്പോഴും നമ്മുടെ മനസ്സിൽ അവരുണ്ടാകും. സഞ്ജീവ് പറഞ്ഞതും അഥർവ് അവൻ്റെ മുഖത്തേക്ക് നോക്കി. പഴയ കാലങ്ങളിലൊക്കെ, അല്ലെങ്കിൽ നിൻ്റെ നാട്ടിൻപുറത്തിലൊക്കെ നീ കണ്ടിട്ടുണ്ടാവില്ലേ, ഭർത്താവ് കുടിച്ചു വന്ന് ഭാര്യയെ ഉപദ്രവിക്കുന്നെന്ന്. എന്നിട്ട് എന്തുകൊണ്ടാണ് അവർ അയാളെ ഇട്ടിട്ട് പോവാത്തത്? രാത്രി വന്ന് എന്തുമാത്രം ഉപദ്രവിക്കുന്നുണ്ടാവും. പക്ഷേ പകല് അയാളുടെ ഒരു പുഞ്ചിരി, അല്ലെങ്കിൽ ഒരു ചേർത്ത് പിടിക്കല്, അവരതൊക്കെ മറന്നു പോകും. അല്ലെങ്കിൽ പഴയ ഒരു ഓർമ്മ, തന്നെ സ്നേഹിച്ചിരുന്ന ആളായിരുന്നല്ലോ, അല്ലെങ്കിൽ താൻ സ്നേഹിച്ചിരുന്ന ആളാണല്ലോ എന്നുള്ളൊരു ഓർമ്മ. ആ ഓർമ്മ മതി അവർക്ക് മരണം വരെ ജീവിക്കാൻ. ദക്ഷയുടെ മനസ്സിൽ കുറച്ച് നാളെങ്കിലും ശ്രീദേവ് കൊടുത്ത ആ സ്നേഹവും ആ പരിഗണനയും പ്രണയവും എല്ലാം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് അവളുടെ കണ്ണുകൾ അവനെ അന്വേഷിക്കുന്നത്. അവൻ അവൾക്ക് ചുറ്റുമുണ്ടെന്ന് അവൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞതും സഞ്ജീവ് പറഞ്ഞതും അഥർവ് അവനെ നോക്കി. അപ്പോൾ സഞ്ജീവേട്ടന് ദക്ഷ ചേച്ചി ഇപ്പോഴും ഇഷ്ടമാണെന്നാണ് പറയുന്നത്? അവൻ്റെ ശബ്ദത്തിൽ ഒരു ആകുലതയായിരുന്നു. നിന്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രണയം അതാരാണ് അഥർവ്? അവൻ ചോദിച്ചതും അഥർവ് അവൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. എന്താ? ആ, എൻ്റെ ചോദ്യം സിമ്പിളല്ലേ. നിന്റെ ജീവിതത്തിലെ നിന്റെ ആദ്യ പ്രണയം ആരാണെന്ന്. ആ വരുന്ന ശരണ്യയല്ലേ? സഞ്ജീവ് ചോദിച്ചതും അഥർവ് ഒന്ന് തിരിഞ്ഞു നോക്കി ദക്ഷയുടെ കൈ പിടിച്ചു വരുന്ന ശരണ്യെ. ആണെങ്കിൽ നിനക്കിനി ഈ ബന്ധം ഒരു കാലത്തും നടന്നില്ലെങ്കിൽ കൂടി നിന്റെ മനസ്സിൽ അവളുണ്ടാകും. നിന്റെ മരണം വരെ നീ ആലോചിക്കും അവളെക്കുറിച്ച്, അവളുടെ കൂടെയുണ്ടായിരുന്ന നിമിഷങ്ങളെക്കുറിച്ച് എല്ലാം. എൻ്റെ ദൈവമേ, എന്നെ പ്രാകുകയാണോ? അഥർവ് ചോദിച്ചതും ഏയ് അല്ല, ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ സഞ്ജീവേട്ടൻ്റെ മനസ്സിൽ ഇപ്പോഴും ദക്ഷ ചേച്ചി ഉണ്ടല്ലേ? അഥർവ് വീണ്ടും ചോദിച്ചു. എൻ്റെ മരണം വരെ അതുണ്ടാകും. സഞ്ജീവ് പറഞ്ഞതും അഥർവ് ഞെട്ടലോടെ അവനെ നോക്കി. നീ പേടിക്കണ്ട, പക്ഷേ അവളുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും ഒരു പ്രശ്നമായിട്ട് ഞാൻ കടന്നു ചെല്ലില്ല. എൻ്റെ മനസ്സിലും വേറൊരു പ്രണയമൊക്കെ വരാം. അപ്പോൾ ഞാൻ ദക്ഷയെ മറന്നു പോകില്ല. എൻ്റെ മനസ്സിൻ്റെ ഒരു കോണിലുണ്ടാകും. എന്നാലും അവളെ ഞാൻ മറ്റൊരു രീതിയിൽ കാണില്ല. സത്യം, എനിക്കെന്നും എൻ്റെ പഴയ പ്രണയം ഓർത്ത് ജീവിക്കാൻ പറ്റില്ലല്ലോ. മുന്നോട്ട് ജീവിച്ചല്ലേ പറ്റൂ. ഞാൻ ജീവിക്കും. പ്രണയിച്ച് എൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഒരു പെണ്ണ് എൻ്റെ ജീവിതത്തിലേക്ക് വരും, സഞ്ജീവ് പറഞ്ഞു. അത് കേട്ടപ്പോൾ എന്തോ അഥർവിന് ഒരു ആശ്വാസം തോന്നി. ഞാൻ നിന്നോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നിൻ്റെ മനസ്സിൽ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നീ അവളോട് പറഞ്ഞോ. അല്ലെങ്കിൽ എൻ്റെ അവസ്ഥയിലേക്കാവും നീ. അതില്ലാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. ഞാൻ അനുഭവിച്ച വേദന ഇനി മറ്റൊരാൾ അനുഭവിക്കാതിരിക്കാനാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ജീവ് കാറിനടുത്തേക്ക് നടന്നു. അഥർവ് സഞ്ജീവ് പോകുന്നത് നോക്കി നിന്നു. പിന്നെ തിരിഞ്ഞു നിന്ന് ദക്ഷയെയും ശരണ്യയും ഒന്ന് നോക്കി. ഇന്നും സഞ്ജീവും ദക്ഷയും എല്ലാം പോകുമ്പോൾ അവരുടെ കാറിനെ ഫോളോ ചെയ്ത് ശ്രീദേവും ഉണ്ടായിരുന്നു. ഇന്ന് മറ്റൊരു വേഷത്തിൽ. എവിടേക്കാണ് പോകുന്നത് എന്ന് അവന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം സഞ്ജീവോ അഥർവോ ആരും പറയുന്നത് അവൻ കേട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാത്തത് കൊണ്ട് സഞ്ജീവിൻ്റെ കാറിനെ അത്രയും ശ്രദ്ധയോടെ ഫോളോ ചെയ്താണ് അവൻ പോയത്. അവൻ മാത്രമല്ല, അവൻ വിളിച്ച് പറഞ്ഞതനുസരിച്ച് അവൻ്റെ ഗാർഡ്സും ഉണ്ടായിരുന്നു. സായൂജ് അവർ പോകുന്നത് ഇന്ന് മാർക്കറ്റ് റോഡിലേക്കാണ് എന്നറിഞ്ഞത് കൊണ്ട് തന്നെ അവിടേക്ക് അവൻ്റെ ആളുകൾ എത്തിയിരുന്നു. ഓഫീസ് റൂമിലിരുന്ന് അവൻ്റെ ആളുകൾക്ക് നിർദ്ദേശം കൊടുക്കുമ്പോൾ അവൻ്റെ കൂട്ടുകാരനും കൂടി ഉണ്ടായിരുന്നു അവിടെ. അവളെ ഉപദ്രവിക്കേണ്ട, ഫോളോ ചെയ്താൽ മതി. അവളുടെ പുറകെ ആരെങ്കിലും ഉണ്ടോ എന്നറിയണം. അത്രയും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തതും മുന്നിലിരിക്കുന്ന അവൻ്റെ കൂട്ടുകാരനെ നോക്കി. സായൂജിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? സായൂജ് ചോദിച്ചു. നീ എന്താ നീ ഉദ്ദേശിക്കുന്നത്? ദക്ഷയെ തന്നെ വേണമെന്ന് നിനക്ക് എന്താ ഇത്ര നിർബന്ധം? നീ എന്തിനെങ്കിലും വാശി പിടിക്കുന്നത്? വരുൺ ചോദിച്ചു. അതോ, നിനക്കറിയോ, നമ്മൾ പുരുഷന്മാരുടെ മനസ്സിലേക്ക് ആദ്യമായിട്ട് തോന്നുന്ന ഒരു പ്രണയം, അതൊരിക്കലും നമ്മൾ മറക്കില്ല. എൻ്റെ പ്രണയമായിരുന്നടാ ദക്ഷ. അതും +1 പഠിക്കുന്നത് മുതൽ എൻ്റെ മനസ്സിലേക്ക് കയറിക്കൂടിയതാ അവൾ.
പക്ഷേ അവൾ ആർക്കും പിടിതരില്ല. ഒരു പ്രത്യേക ക്യാരക്ടറായിരുന്നു. എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുമെങ്കിലും എല്ലാവരോടും ഒരു അകൽച്ച വെച്ചിരുന്നു. ആ അകൽച്ചയാണ് എനിക്ക് പറയാൻ പറ്റാതെ പോയത്. പക്ഷേ എന്നേക്കാൾ മുന്നേ എൻ്റെ ഏട്ടൻ അവളെ സ്നേഹിച്ചിരുന്നു എന്നറിഞ്ഞത് ഞാൻ വളരെ വൈകിയാണ്. നറുക്ക് വീണതും അങ്ങേർക്ക് തന്നെയാണ്. പക്ഷേ ആ മണ്ടൻ അതുപയോഗിച്ചില്ല. അന്നേ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറഞ്ഞപ്പോൾ സമ്മതിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ അവൾ അയാളുടെ ഭാര്യയായിട്ട് എൻ്റെ തറവാട്ടിലുണ്ടായേനെ. അതേതായാലും നന്നായില്ലേ. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നീ അവളെ ഏട്ടത്തിന്ന് വിളിക്കേണ്ടി വരുന്നാനില്ലേ. ഒരു കണക്കിന് നോക്കിയാൽ അതും ശരിയാണ്, അയാൾ സമ്മതിക്കാതിരുന്നത്. പക്ഷേ ഇപ്പോൾ അവൾ അയാൾക്ക് മേലെയുള്ള ഒരാളുടെ കയ്യിലാണ്. അയാളുടെ കയ്യിൽ നിന്നും അവളെ അടർത്തിയെടുക്കാമെന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. നീ ഉദ്ദേശിക്കുന്നത് ശ്രീദേവിനെയാണോ? അല്ലാതെ പിന്നെ. അവൻ ഒരു നിഴലായി അവളുടെ കൂടെ ഇപ്പോഴുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ? അന്ന് ആ ടെക്സ്റ്റൈൽസിൽ വെച്ച് അവളെ ചേർത്ത് പിടിച്ച അതാരാണ്? അവളെ അത്രയും ശ്രദ്ധയോടെയാണ് അയാൾ ചേർത്ത് പിടിച്ചത്. അവളാണെങ്കിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെയാണ് അയാളുടെ നെഞ്ചിൽ ചേർന്ന് നിന്നത്. കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതെൻ്റെ ഈ നെഞ്ചിലായിരുന്നെങ്കിൽ എന്ന് ഒരു നിമിഷം ഞാൻ ആലോചിച്ചു. സായൂജ് പറഞ്ഞുകൊണ്ട് അവൻ്റെ ചെയറിലേക്ക് ചാരിയിരുന്നു. വരുൺ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നീ ശരിക്കും അവളെ പ്രണയിക്കുകയാണോ? അല്ലെങ്കിൽ നിൻ്റെ കുറച്ച് സമയത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണോ നിനക്ക് അവളെ വേണ്ടത്? വരുൺ ചോദിച്ചു. ഇല്ല, കുറച്ചു നേരത്തേക്ക് വേണ്ടിയല്ല. അവൻ്റെ വലത് കൈയെടുത്ത് ഇടനെഞ്ചിൽ വെച്ചു. എൻ്റെ ഹൃദയത്തുടിപ്പ് നിൽക്കുന്നത് വരെ അവൾ എൻ്റെ കൂടെ വേണം, എൻ്റെ ഭാര്യയായിട്ട്, എൻ്റെ മക്കളുടെ അമ്മയായിട്ട്. സായുജ് പറഞ്ഞതും വരുൺ അവനെ അതിശയത്തോടെ നോക്കി. ഇതെന്താ നീ പറയുന്നത്? എന്താ എപ്പോഴുമില്ലാത്തൊരു പ്രത്യേക ഭാവമാണല്ലോ ഇപ്പോൾ? വരുൺ ചിരിയോട് ചോദിച്ചു. അതെ, അവളെ 15 വയസ്സ് മുതൽ കൊണ്ടു നടക്കുന്നതില്ലേടാ മനസ്സിൽ. അപ്പോൾ അത്രയ്ക്ക് ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടാവില്ലേ? ആണോ? നീ അവളെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടോ? എന്നിട്ട് പിന്നെ എന്തിനാടാ മോനെ നീ വേറെ പെണ്ണുങ്ങളെ അന്വേഷിച്ച് പോയത്? നീ അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരാളെ നീ തേടി പോവില്ലായിരുന്നു. വരുൺ അല്പം ദേഷ്യത്തിൽ പറഞ്ഞു. അത് സത്യമാണ്. പക്ഷെ നിനക്കറിയോ, ഞാൻ സ്നേഹിക്കുന്ന ദക്ഷ ഏട്ടൻ്റെ പ്രണയമാണ് എന്നറിഞ്ഞപ്പോൾ അന്നാണ് ഞാൻ ആദ്യമായിട്ട് മദ്യപിക്കുന്നത്. ഞങ്ങളുടെ ഒരു പാർട്ടിയിൽ വെച്ച്. അന്ന് ഞാൻ ഒരുപാട് മദ്യപിച്ചിരുന്നു. അന്നാണ് മദ്യത്തോടൊപ്പം ഒരു പെണ്ണിനെയും ഞാൻ അറിയുന്നത്. അതാരാണെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. അന്ന് പക്ഷേ ഞാൻ അവളെ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ അത് ദക്ഷയാണെന്ന് കരുതിയാണ്. എൻ്റെ പെണ്ണായിരുന്നു ആ സമയം മുഴുവനും എൻ്റെ മനസ്സിൽ. നീ എന്താ പറയുന്നത്? നിനക്കറിയില്ലേ അപ്പോൾ അന്ന് നിൻ്റെ കൂടെയുണ്ടായത് ആരാണെന്ന്? അന്ന് അറിഞ്ഞില്ല ഞാൻ. പക്ഷേ പിന്നീട് അറിഞ്ഞു. കൂടെയുണ്ടായിരുന്നത് ആരാണ് എന്ന് അറിഞ്ഞു. അത് ആരാണ് വെച്ചത് എന്നും അറിഞ്ഞു. ആരാ നിന്നെ അങ്ങനെ ഒരു ട്രാപ്പിലാക്കിയത്? നീ അറിയും പേര് പറഞ്ഞ ആളെ. ആരാടാ? സഞ്ജീവ് പ്രഭാകർ. സായുജ് ആ പേര് പറഞ്ഞതും വരുൺ ഞെട്ടലോടെ ഇരുന്ന സീറ്റിൽ നിന്നും ചാടി എഴുന്നേറ്റു. വാട്ട്? നിന്റെ ഏട്ടനോ? അയാളെന്തിനാ അങ്ങനെ ചെയ്തത്? വരുൺ ചോദിച്ചതും സായുജിൻ്റെ ചുണ്ടിൽ ഒരു പുച്ഛ ചിരി വിരിഞ്ഞു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.